പെരുമ്പാവൂരിൽ 126 ഗ്രാം ഹെറോയിനുമായി 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. അസം സ്വദേശികളായ ഷുക്കൂർ അലി, സബീർ ഹുസൈൻ, സദ്ദാം ഹുസൈൻ, റമീസ് രാജ് എന്നിവരെയാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും തടിയിട്ടപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത്. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ. റോഷ്നി, ചെമ്പറക്കി ഭാഗത്ത് വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ആസാമിൽ നിന്നും ട്രെയിൻ മാർഗം ആലുവയിലെത്തി അതിനുശേഷം ഓട്ടോറിക്ഷയിൽ പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇവരെ പിടികൂടിയത്. 10 സോപ്പ് പെട്ടി ബോക്സുകളിലാണ് ഇവർ ഈ ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ ഹെറോയിൻ കടത്തുന്ന വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു. ആസാമിൽ നിന്ന് ഒരു ബോക്സിന് 30,000 രൂപ നിരക്കിൽ വാങ്ങുന്ന ഹെറോയിൻ ഇവിടെ 70,000 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. ഷുക്കൂർ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന കണ്ണിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. മ്യാൻമറിൽ നിന്ന് നാഗാലാൻഡ് വഴിയാണ് ഹെറോയിൻ കേരളത്തിലേക്ക് എത്തുന്നത് എന്നും ഇയാൾ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഷുക്കൂർ നേരത്തെ മയക്കുമരുന്ന് കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. സദ്ദാം ഹുസൈനും സാബിർ ഹുസൈനും സഹോദരങ്ങളാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് ഇവർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. ഇതെങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? അന്വേഷണ സംഘം നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചെത്തിയതാണോ? എന്താണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്നും? റോഷ്നി, പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി ഹെറോയിൻ വിൽപ്പന നടക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തുന്ന പലരും ഇത്തരത്തിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പോലീസിനും എക്സൈസിനും ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വ്യാപകമായ പരിശോധനയും നിരീക്ഷണവുമാണ് ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന ചില ആളുകളെ കണ്ടെത്തുന്നത്. അവരുടെ മൊഴി പ്രകാരമാണ് ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഹെറോയിൻ അടക്കമുള്ള മാരക മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി തന്നെ പോലീസ് അന്വേഷണം നടത്തിയത്. ഇതിന് പിന്നാലെ നടത്തിയ നിരീക്ഷണത്തിലാണ് ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇവർ ഈ ട്രെയിനിൽ ആലുവയിലേക്ക് വരുന്നുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇവർ ഓട്ടോറിക്ഷയിൽ കയറി പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിയിൽ ഇവരെ പോലീസ് തടയുകയും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ പരിശോധിച്ചപ്പോഴാണ് ഈ ഹെറോയിൻ കണ്ടെത്തിയത്. 126 ഗ്രാം ഹെറോയിനാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. ഇതിൽ 10 സോപ്പ് പെട്ടി ബോക്സുകളിലാണ് ഇവർ ഇത് എത്തിച്ചിരുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പലരും ഇത് പല തവണ ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് ഹെറോയിൻ അടക്കമുള്ള മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. റോഷ്നി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.